ഗുജറാത്ത് ടൈറ്റൻസ് ടീം അംഗങ്ങൾ സഞ്ചരിച്ച ബസ്സിൽ തീപിടുത്തം സംഭവിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫൈനലിന്റെ തോൽവിക്ക് പിന്നാലെ ഗുജറാത്ത് ടൈറ്റൻസ് താരങ്ങൾ സഞ്ചരിച്ച ബസ് ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ് ആ തീപിടുത്തം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന വിഷ്വൽസ് ആണ്. ആ ബസ് പൂർണ്ണമായും കത്തി നശിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പോകുന്ന വഴിയിലാണ്, യാത്ര ചെയ്യവെയാണ് തീപിടിച്ചത്. താരങ്ങളെല്ലാവരും തന്നെ, ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ എല്ലാ താരങ്ങളും, മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ, ഡ്രൈവേഴ്സ് ഉൾപ്പെടെയായിരുന്നു ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. ക്യാപ്റ്റനായ ശുഭ്മൻ ഗിൽ ഉൾപ്പെടെ ആ ബസ്സിലുണ്ടായിരുന്നു. കൃത്യസമയത്താണ് ഇവരെ എല്ലാവരെയും മാറ്റിയത്. അതുകൊണ്ട് മാത്രമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത്. അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയേനെ എന്നതും കൂടി എടുത്തു പറയണം. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നതും കൂടിയാണ് എടുത്തു പറയേണ്ടത്. അതിനുശേഷം മറ്റൊരു ബസ്സിൽ ഇവരെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അർദ്ധരാത്രിയോടുകൂടി താരങ്ങളെല്ലാവരും ബസ്സിലേക്ക്, ഗ്രൗണ്ടിൽ നിന്നും ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ ബസ് പൂർണ്ണമായും കത്തി നശിച്ചെന്ന ഒരു സാഹചര്യം ഉണ്ടായി. താരങ്ങൾ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. സാരമായ പരിക്ക് ആർക്കും ഉണ്ടാകുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭയമുണ്ടായിരുന്നു കളിക്കാർക്കിടയിൽ. പെട്ടെന്നാണ് ബസ്സിൽ നിന്നും താരങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്തത്. അവരെല്ലാവരും പുറത്തു നിൽക്കുമ്പോൾ പോലും കത്തി നശിക്കുകയായിരുന്നു ബസ്. റോഡിൽ ആളുകൾ വേറെയും ഉണ്ടായിരുന്നില്ല എന്നത് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയായിട്ട് പറയേണ്ടി വരും. കാരണം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു, നല്ല ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണയായി താരങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ബസ്സിന് പിന്നാലെ ഒരുപാട് ആളുകൾ പോകാറുണ്ട്. ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ടൊക്കെ ഇവരുടെ ബസ്സിന് പിന്നാലെ ഹോട്ടൽ റൂമിലേക്ക് വരെ, ഹോട്ടലിൽ വരെയൊക്കെ പോകാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല. ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിൽ വലിയ ആശ്വാസമായ രീതിയിലല്ല കാര്യങ്ങൾ മാറിയത്. പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒരു വൺ സൈഡ് ഗെയിമായിട്ടാണ് മാറിയത്. ബാംഗ്ലൂർ അനായാസം ജയിക്കുകയായിരുന്നു ചെയ്തത്. 2 ഓവർ ബാക്കി നിർത്തി ബാംഗ്ലൂർ ജയിക്കുകയായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇങ്ങനൊരു ജീവഹാനി സംഭവിക്കുന്ന രീതിയിലേക്ക് ഇവരെ കാര്യങ്ങൾ മാറിയത് എന്നും കൂടി പറയേണ്ടി വരും. ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ പോലീസ് പെട്ടെന്ന് തന്നെയാണ് ഇവിടേക്ക് എത്തിയത്, സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരക്കുകയും ചെയ്തത്. പക്ഷേ ഇത് പൂർണ്ണമായും കത്തി നശിച്ചു. ബസ്സിൻ്റെ മുൻഭാഗമൊക്കെ കത്തി നശിച്ചു. ഭയങ്കരമായ പുകയൊക്കെ സ്പ്രെഡ് ചെയ്തിരുന്നു എന്നതൊക്കെയാണ് വിഷ്വൽസിൽ നിന്നും വ്യക്തമാകാൻ കഴിയുന്നത്. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഗുജറാത്ത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അഹമ്മദാബാദിലാണ് മത്സരം നടന്നത്. ഹോം ഗ്രൗണ്ടിലാണ്. ഏകദേശം 1,10,000-ഓളം കാണികൾ മത്സരം കാണാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു. അതിൽ അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചേസ് ചെയ്ത് പിന്നാലെ പോയിരുന്നെങ്കിൽ വീണ്ടും ഒരു വലിയ ദുരന്തമായി മാറിയേനെ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുകയും ചെയ്തില്ല എന്നത് വേണം തന്നെ പറയാൻ. എന്തായാലും ഇത്രയധികം താരങ്ങൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെടുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.